അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് മുഇസ്സ് എന്നത്. ഇസ്സത്ത് നൽകുന്നവൻ, പ്രതാപത്തെ നൽകുന്നവൻ എന്ന് നമുക്കതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. അബ്ജദിയ്യത്ത് 117 മുഇസ്സ് എന്ന് പറഞ്ഞാൽ ഇഅ്സാസ് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇസ്സത്തുള്ള, പ്രതാപമുള്ള അവസ്ഥയെ ഉണ്ടാക്കൽ എന്നാണ് ഇഅ്സാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലാഹു തആല അല്ലാഹു ഉദ്ദേശിച്ച അടിമകൾക്ക് പ്രതാപത്തെ നൽകുന്നവനാണ്, നൽകിക്കൊണ്ടേയിരിക്കുന്നവനാണ്. യഥാർത്ഥത്തിൽ ഇസ്സത്ത് അല്ലാഹുവിന് ഉള്ളതാണ്. അല്ലാഹുവിൻ്റെ ദാത്താണ് യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള ദാത്ത്. അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള പ്രവർത്തനങ്ങൾ. അല്ലാഹു തആല ഈ ഇസ്സത്തിനെ ആർക്കെങ്കിലും നൽകുമ്പോൾ അല്ലാഹു എത്ര കണക്ക് കൊണ്ടാണ് നൽകുന്നത് എങ്കിൽ അതിനനുസരിച്ച് ആ വ്യക്തി അസീസാകുന്നതാണ്, പ്രതാപവാനാകുന്നതാണ്. യഥാർത്ഥത്തിലുള്ള പ്രതാപവാൻ അല്ലാഹുവാണ്. അല്ലാഹു ആ പ്രതാപത്തെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പ്രതാപമുള്ളവനായി മാറുന്നു. ഒരു അടിമ തൻ്റെ റബ്ബിനെ സംബന്ധിച്ച് എൻ്റെ റബ്ബാണ് മുഇസ്സ്, എല്ലാ ഇസ്സത്തിനെയും നൽകുന്നവൻ എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അല്ലാഹുവല്ലാത്ത മറ്റൊന്നുകൊണ്ടും പ്രതാപം ഉള്ളവനാവുകയില്ല. ഏതൊന്ന് അവന് കരസ്ഥമായാലും അതുകൊണ്ടൊന്നും അവൻ ഇസ്സത്ത് ഉള്ളവനാണ് എന്ന് ചിന്തിക്കുകയില്ല. നേരെ മറിച്ച് അല്ലാഹുവിനെ അവന് ലഭിക്കുമ്പോൾ അവൻ അതുകൊണ്ട് ഇസ്സത്ത് ഉള്ളവനായി മാറുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഇസ്സത്ത് എന്നത് 2 രൂപത്തിൽ ഉണ്ട്. ദുനിയാവിലെ ഇസ്സത്ത്, ആഖിറത്തിലെ ഇസ്സത്ത്. ദുനിയാവിലെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ അധികാരങ്ങളും പവറുകളും ഒക്കെ ലഭിക്കലാണ്. ആഖിറത്തിലെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം അടുക്കാനും അല്ലാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുടെ വീടായ സ്വർഗത്തിലെത്താനുമൊക്കെ സാധിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല എല്ലാ മറകളെയും നീക്കം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ അവൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഹദ്റത്തിൻ്റെ ആ ജമാലിയത്തിനെ, ഭംഗിയെ ദർശിക്കുകയും ദുനിയാവിൽ അവന് ലഭിച്ചതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ, അത് അല്ലാഹു തആല അവന് നൽകുകയും ആ ഒരു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം കാരണമായി മറ്റു സൃഷ്ടികളെ തൊട്ടൊക്കെ അവൻ ഐശ്വര്യവാനായി ജീവിക്കുകയും അവൻ്റെ ശക്തി കൊണ്ട്
അവൻ്റെ ശരീരത്തിൻ്റെ വിശേഷണങ്ങളുടെ മേലിൽ അവൻ ആധിപത്യം പുലർത്തുകയും ശരീരം അവൻ്റെ നിയന്ത്രണത്തിലായി മാറുകയും ചെയ്താൽ തീർച്ചയായും അവന് ദുനിയാവിൽ ഇസ്സത്തുണ്ട്, ആഖിറത്തിലും ഇസ്സത്തുണ്ട്. ദുനിയാവിൽ അല്ലാഹു അവന് യഥാർത്ഥമായ അധികാരം നൽകുക തന്നെ ചെയ്യും. അൽ മുൽക്കുൽ ഹഖീഖി, യഥാർത്ഥ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ചവറുകളിലേക്ക്, നശിച്ചു പോകുന്ന ഭൗതികമായ വിഷയങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത ആ ഒരു അവസ്ഥക്കാണ് യഥാർത്ഥത്തിലുള്ള അധികാരം എന്ന് പറയുന്നത്. അത് ദുനിയാവിൽ ഈ മനുഷ്യന് ലഭിക്കും. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് അടുക്കാൻ അവന് സാധിക്കുകയും ചെയ്യും. ഇനി ഈ ഇസ്മു കൊണ്ട് നമ്മൾ തഅല്ലുഖ് ആകേണ്ടത്, ബന്ധമാകേണ്ടത് ഏതൊരു വിഷയത്തിലും, അതുപോലെ തന്നെ ഇസ്സത്ത് നമുക്ക് ഉണ്ടാകുന്ന വിഷയത്തിലൊക്കെ അള്ളാഹുവിനോട് സഹായം തേടുന്ന അവസ്ഥയാകണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന ആളിൽ തീർച്ചയായും പ്രകടമാകുന്ന ഒരടയാളമാണത്. അവൻ ഇസ്സത്ത് അവനുണ്ടാകാൻ അള്ളാഹുവിനോടാണ് സഹായം തേടുക. സൃഷ്ടികളോട് തേടിയിട്ട് അവൻ ഒരിക്കലും ഇസ്സത്ത് ഉണ്ടാക്കുകയില്ല. എന്ന് മാത്രമല്ല, അവൻ്റെ ഓരോ കൈകാര്യ വിഷയങ്ങളും അള്ളാഹുവിനെ കൊണ്ട് ഉണ്ടാകുന്നതാണ്, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. അവന് ദുനിയാവിൽ എന്തെല്ലാം യോഗ്യതകളും മഹത്വങ്ങളുമൊക്കെ ഉണ്ടോ അതൊക്കെ അല്ലാഹു തആല അവന് നൽകിയതാണ് എന്ന ആ ഒരു ബോധത്തിലേക്ക് തീർച്ചയായും അവൻ എത്തുക തന്നെ ചെയ്യും. മുഇസ് എന്ന ഇസ്മുമായിട്ട് തഖല്ലുഖാകേണ്ടത്, സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, മഹത്തുക്കളായ ആളുകൾ പഠിപ്പിച്ചു, ഇസ്സത്തുള്ളതാക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെയൊക്കെ നമ്മൾ ഇസ്സത്തിലേക്ക് എത്തിക്കുക എന്നാണ്. ഹക്കിനെ ഇസ്സത്തിലായ നിലക്ക് നമ്മൾ എത്തിക്കണം. ഹക്കിൻ്റെ അഹ്ലുകാരെ എപ്പോഴും ഇസ്സത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്തിക്കൂടാ. അപ്പോൾ സത്യത്തെയും സത്യത്തിൻ്റെ അഹ്ലുകാരെയും നമ്മൾ അങ്ങേയറ്റത്തെ ഇസ്സത്തിലായി ആക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇസ്സത്ത് ലഭിക്കാനുള്ള കാരണങ്ങൾ എളുപ്പമായി കിട്ടാൻ നമ്മുടെ നാവും കൈകളും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ മുഇസ് എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ നാവ്, അവൻ്റെ കൈകൾ അതൊക്കെ ഇസ്സത്തുണ്ടാക്കുന്ന കാര്യങ്ങളിൽ അവൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ആളുകളെ ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ അവൻ പരിശ്രമിക്കും. കാരണം യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്കാണ് അല്ലാഹു തആല ഇസ്സത്ത് നിലനിർത്തി കൊടുക്കുക. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ശുക്റിൻ്റെ മേഖലകളിലേക്ക് ആക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ മുഇസ് എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിച്ചു എന്ന് പറയാൻ പറ്റൂ. അതേപോലെ തന്നെ ഈ ഇസ്മു കൊണ്ടുള്ള പ്രത്യേകത, ഇതിനെ ധാരാളമായിട്ട് നാം ഓതുമ്പോൾ
മറ്റുള്ള സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഒരു ഹൈബത്തും ഒരു പ്രതാപവും എല്ലാം ഉണ്ടാകും, ഒരു ഗാംഭീര്യത ഉണ്ടാകും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും യാ മുഇസ്സു യാ അല്ലാ എന്നത് 40 വട്ടം പ്രാവശ്യം ചൊല്ലിയാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമ്മെക്കുറിച്ചൊരു ഗാംഭീര്യതയും ഒരു മഹത്വവും ഉണ്ടായി വരും എന്ന്. മറ്റുള്ളവർക്കിടയിൽ നമുക്ക് ഇസ്സത്ത് ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഹിമ്മത്ത്, മനക്കരുത്ത് അത് ചോർന്നു പോകാതിരിക്കാൻ ഒക്കെ ഈ ഇസ്മിനെ അധികരിപ്പിച്ചാൽ സഹായകമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.